Pin 1 and 20 represents ground. 40 represent ചെയ്യുന്നത് VCC പവർ സപ്ലൈ ആണ് നമ്മുടെ ഈ മാക്സിമം മോഡിനകത്ത്. പിൻ 2 to 16 represents അഡ്രസ് ഓർ ഡേറ്റാ ബസ്. 2 തൊട്ട് 16 വരെ അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റാ ബസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് പിന്നെ ബാക്കി വരുവാണെങ്കിൽ A16 to A19 മൾട്ടിപ്ലെക്സ് വിത്ത് സ്റ്റാറ്റസ് സിഗ്നൽസ് ആയിട്ട് മൾട്ടിപ്ലെക്സ് ചെയ്ത് വെച്ചേക്കാണ് കാണാൻ കഴിയുന്നുണ്ട് റൈറ്റ് സൈഡിൽ ടോപ്പിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് that is multiplexing of static signals and address lines. Pin 22 ready. Connected device is ready or not to transfer data transfer ചെയ്യാനായിട്ട് നമ്മൾ കണക്റ്റഡ് ഡിവൈസ് റെഡി ആണോ അല്ലയോ എന്ന് നോക്കുവാണ്. to check whether the connected device is ready or not. Okay, so there are 2 interrupt pins in 8086. രണ്ട് interrupt pins ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ കണക്റ്റഡ് ഡിവൈസ് റെഡി ഓർ നോട്ടാണ് റെഡി സിഗ്നൽ പറയുന്നത്. അത് കഴിഞ്ഞ് 2 ഇൻട്രപ്റ്റ് പിൻസ് ഇൻ 8086 ആണ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഉണ്ട്, that is pin 17, and pin 18 represents INTA. So INTA, non-INTA acknowledgement, min or maximum 2 modes. So non-maskable interrupts ഉണ്ട്, min or max ഉണ്ട് 2 modes. പിന്നെ മിൻ എന്ന് വെച്ചാൽ റെപ്രസെൻറ്റ്സ് മിനിമം, MX റെപ്രസെൻറ്റ്സ് മാക്സിമം, റീഡ് യൂസിങ് ഫോർ റീഡിങ്. പിന്നെ ഒരു BHE സിഗ്നലുണ്ട്, ദാറ്റ് ഈസ് ബസ് ഹൈ എനേബിൾ, ഹയർ ഡേറ്റ ബസ് കണ്ടെയ്ൻ ഡേറ്റ ഓർ നോട്ട്. സോ ഇത് ചോദിക്കുന്നത് ബസ് ഹൈ എനേബിൾ പറയുന്നത് വെദർ ദ ഹയർ ഡേറ്റ ബസ്, നമ്മുടെ ഡേറ്റ ബസ്സിൽ AD8 തൊട്ട് AD15 വരെയുള്ള ഹയർ ഡേറ്റ ബസ്സിൻ്റെ അകത്താണോ നമ്മുടെ ഡേറ്റ എന്ന് ചോദിക്കുന്നതിനാണ്. സോ BHE 0 അപ്പോഴത്തേക്ക് AD8 to AD15 കണ്ടെയ്ൻസ് ഡേറ്റ. സോ BHE 0 എന്ന് വെച്ചാൽ BHE പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. അപ്പോഴത്തേക്ക് എന്താണ് contains data on that particular bus. Okay, so BHE എന്ന് പറയുന്നത് 0 doesn't contain data in AD8 to AD15. ഓക്കെ, അത് കഴിഞ്ഞ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ലോവർ ആക്റ്റീവ് ആണ്, ടെസ്റ്റ് ചെയ്യാൻ, ടു ടെസ്റ്റ് ദ കണക്റ്റഡ് ഡിവൈസ്. 8086 transfers control to other external devices during execution for the execution of external devices. After the execution of the external device, the signal is produced, test and give back the control. അതായത് it transfers the control to the external devices which during the execution for the execution of the external devices, and after the execution the external devices, the signal produced is test and give back the control. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻട്രപ്റ്റ്സിനെ പറ്റി ഒന്ന് പഠിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, വൈവയ്ക്കൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രപ്റ്റിനെ പറ്റി പഠിക്കാം. സോ ഇൻട്രപ്റ്റ്സ് എന്ന് വെച്ചാൽ സിഗ്നൽസ് വിച്ച് ആർ യൂസ് ഫോർ ഇൻട്രപ്റ്റിംഗ് എ നോർമൽ എക്സിക്യൂഷൻ ഓഫ് എ മൈക്രോപ്രൊസസ്സർ. നോർമൽ സീക്വൻസ് ഓഫ് എ മൈക്രോപ്രൊസസ്സറിനെ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. ഇൻട്രപ്റ്റ് ചെയ്യുന്ന സിഗ്നൽസിനാണ് വിളിക്കുന്നത് ഇൻട്രപ്റ്റ്സ് എന്ന്. ഇനി അടുത്ത് എന്താണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ? So they are the procedures or subroutines which will be executed whenever microprocessor get an interrupt. ഒരു ഇൻട്രപ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു സബ് റുട്ടീനാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ISR ഇൻട്രപ്റ്റിനും അവരുടേതായ ഫങ്ഷൻസ് ഉണ്ട്. സോ ഇനി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ്? ബൈ ആൻ എക്സ്റ്റേണൽ സിഗ്നൽ, ബൈ എ പെറിഫറൽ, ഒരു പെറിഫറലിൽ നിന്ന് വരുന്ന ഒരു എക്സ്റ്റേണൽ സിഗ്നൽ ആവാം. ബൈ ആൻ ഇൻറ്റേർണൽ സിഗ്നൽ ജനറേറ്റഡ് ബൈ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്ന സിഗ്നലാകാം. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസ്, ഒരു പെറിഫറൽ ഡിവൈസിൽ നിന്ന് വരുന്ന സിഗ്നലാകാം. ബൈ ആൻ ഇൻറ്റേർണൽ സിഗ്നൽ ജനറേറ്റഡ് ഡ്യൂ ടു ആൻ എക്സ്പെൻഷണൽ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ കാരണം ഉണ്ടാകുന്നതാണ്, ഒരു എക്സെപ്ഷണലായിട്ടൊരു കണ്ടീഷൻ കാരണം ഉണ്ടാകുന്നതാവാം. ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം കാരണം ഉണ്ടാകുന്നതാവാം. അല്ലെങ്കിൽ ഒരു പെറിഫറൽ ഡിവൈസസ് കാരണം ഉണ്ടാകുന്നതാകാം. സോ ഹൗ ദ ഇൻട്രപ്റ്റ്സ് ആർ പ്രോസസ്ഡ്? സോ ദ മൈക്രോപ്രൊസസ്സർ റിസീവ്സ് ദ ഇൻട്രപ്റ്റ് സിഗ്നൽ. ഓക്കെ, pushes the status of all the registers including instruction pointer into the stack. That is, it pushes the status of everything into the register
of all registers, including the instruction pointer, into the stack, and get the address of the ISR in instruction pointer. Process the ISR. After completing the ISR, it pop all the registers contents and the IP and resume the execution. Okay, ഒരു സിഗ്നൽ റിസീവ് ആകുമ്പം അതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം നമ്മളൊരു സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും, ആൻഡ് ഇൻസ്ട്രക്ഷൻ പോയിൻറ്റിലേക്ക് നമ്മുടെ എല്ലാം സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും ISRൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് നോക്കും, എന്നിട്ട് അങ്ങോട്ട് പോയി ചെയ്യും. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ തിരിച്ച് പോപ്പ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ് നോക്കുന്നത്. സോ ദർ ആർ 2 types of interrupts: hardware and software interrupts, vectored and non-vectored, maskable and non-maskable interrupts. So software interrupt, an interrupt produced through instruction in the program. For that we use program. So software interrupts എന്ന് വെച്ചാൽ ഇൻട്രപ്റ്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ദി ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് കാരണം ഉണ്ടാകുന്നതാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. ഫോർ ദാറ്റ് വി യൂസ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ int n. So there are 256 software interrupts in 8086.